ദർശനം പൂർത്തിയായിട്ടുണ്ട്. ആംബുലൻസുകളിൽ മൃതദേഹവുമായി വീടുകളിലേക്ക് പോവുകയും ചെയ്തു. എന്നോടൊപ്പം ഇപ്പം ഹസ്നസ് ടീച്ചറാണ്. ടീച്ചറും അതുപോലെ ഭർത്താവും ചേരുന്നുണ്ട്. ഭർത്താവിനൊപ്പം ഹജ്ജിന് പോകണം എന്ന അതിൻ്റെ ഒരുക്കത്തിലായതുകൊണ്ട് മാത്രം ഹസ്നത്ത് ടീച്ചർ ഈ യാത്രയിൽ നിന്ന് വിട്ടുനിന്നതാണ്. അതായത് നിസാഫ് ഭർത്താവ് അദ്ദേഹത്തിനൊപ്പം ഹജ്ജിന് പോകാനിരുന്നത് കൊണ്ടാണ് ടീച്ചർ ആ യാത്ര മാറ്റിവെക്കുകയും ചെയ്തത്. എന്താ പറയാനുള്ളത്? ഞങ്ങളിപ്പോൾ 9 വർഷമായിട്ട് എൻ്റെ ഭാര്യയുടെ സ്കൂളിലുണ്ട്. എൻ്റെ 4 കുട്ടികളുണ്ട്. 2 കുട്ടികൾ ഇപ്പോൾ പഠിച്ചോടുന്ന് പോയി, വേറെ 2 കുട്ടികളുണ്ട്. ഇപ്പോൾ ഇന്നലെ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് പിന്നെ ഉറക്കം വരുന്നില്ല, ഒന്നും തോന്നണില്ല. പിന്നെ ഞങ്ങൾ ഹജ്ജിന് പോകാനുള്ളത് കൊണ്ട് പഠിച്ചോ ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറയാം. എന്നാലും ഞങ്ങൾ ബാക്കിയുള്ളവർ ഞങ്ങളെ വിട്ട് പിരിഞ്ഞപ്പോൾ സങ്കടം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയണില്ല. കാരണം അത്രത്തോളം വലിയ അടുപ്പ് കഴിഞ്ഞു. സ്കൂളിൽ ഞാൻ സ്റ്റാഫ് അല്ലെങ്കിൽ സ്റ്റാഫിന്റെ മാറ്റി തന്നെ ആയിരുന്നു ഞാൻ. പിന്നെ എല്ലാം പ്രാർത്ഥിക്കാം. ടൂർ പോകാനുണ്ട്. ടൂറിൽ ഞാൻ പോകലുണ്ട്, എൻ്റെ ഭാര്യയും എൻ്റെ 4 കുട്ടികളും പോകലുണ്ട്. എല്ലാ വർഷവും പോകലുണ്ട്. അവർ മാത്രമല്ല, മുമ്പുള്ള റിട്ടയർഡായ എച്ച്എംമാരടക്കം വരലുണ്ട്. അതൊക്കെ അവരാ സ്നേഹവും ഇതൊക്കെയാണ് കാണിക്കേണ്ടത്. അത്രത്തോളം ഇത്ര വലിയൊരു സ്റ്റാഫ് സ്കൂളിൽ ഞാൻ വേറെ സ്കൂളിൽ കണ്ടിട്ടുമില്ല. അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. നിങ്ങൾ സാജിത്താന്റെ വീട്ടിലേക്കാണോ പോകുന്നത്? സാജിത്താന്റെ വീട്ടിൽ പോവാണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഇതിന് ഭക്ഷണം കഴിച്ചു. ഞാൻ അവിടുന്ന് സാജിത്ത ഉണ്ടാക്കിയ ഭക്ഷണം. അപ്പോൾ ഞാൻ നല്ല ഭക്ഷണം, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാജിത്ത് എന്നോട് പറഞ്ഞു, ഇവിടെ എത്ര ആക്കി ഞാൻ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുണ്ട്. അവരാരും എന്നോട് ഇതുവരെ നല്ല ഭക്ഷണം, നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുവരെ ആരും പറഞ്ഞിട്ട്, നിങ്ങളെയും പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു. യാത്ര ആക്കിയാണ്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല സാജിത്താനെ. ടീച്ചറും കൂടെ പോവേണ്ടേ ആയിരുന്നു. ഇങ്ങനൊരു അപകടം സംഭവിച്ചു എന്ന് ആദ്യം അറിഞ്ഞപ്പോഴൊക്കെ എന്താ തോന്നിയത്? ഞാൻ പിന്നെ വീട്ടിലുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കാൻ കഴിയണില്ല. കാരണം ഓലൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നത്.